പ്രവചന പ്രാർത്ഥന, പ്രോഫറ്റിക് പ്രെയർ ഫോർ ദി ചിൽഡ്രൻ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എങ്ങനെയെന്നുള്ളതാണ്. നമ്മൾ പ്രോഫറ്റിക്കായിട്ട് അല്ലെങ്കിൽ പ്രവചനത്തോടുകൂടി വരാൻ പോകുന്നതിനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പാനുള്ള കൃപയ്ക്കാണ് ഈ പ്രാർത്ഥന ആവശ്യം വരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രോഫറ്റിക് മിനിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. യേശു വന്നിട്ട് വരാൻ പോകുന്നതിനെ വിളിച്ചു പറയും, അന്നേരം നടക്കും. അത് ചിലപ്പോൾ സമയമെടുക്കും, ചിലപ്പോൾ ഉടനെ നടക്കും. അത് ദൈവത്തിൻ്റെ പ്രോഫറ്റിക് മിനിസ്ട്രിയിൽ വരുന്നതാണത്. അതുപോലെ നമുക്ക് ആ വരമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മക്കളെക്കുറിച്ച് അവരെന്തായിത്തീരും, അവരെങ്ങനെ ജീവിക്കും, അവരുടെ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വൃക്ഷത്തിൻ്റെ തണലിൽ അവർ ജീവിക്കുമെന്ന് നമ്മളെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. 2 രാജാക്കന്മാരുടെ യുദ്ധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം എടുപ്പിച്ചത്. അരാം രാജാവും ഇസ്രായേൽ രാജാവും കൂടെ യുദ്ധത്തിൽ അരാം രാജാവിന് ദേഷ്യം വന്നു. കാരണം അവിടെ ബെഡ്റൂമിൽ രഹസ്യത്തിൽ പറയുന്നതെല്ലാം അപ്പുറത്തെ ഇസ്രായേൽ രാജാവ് അറിയുന്നുണ്ട്. അതിനാൽ ഒരു കാരണത്താൽ യുദ്ധം ജയിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ അരാം രാജാവ് ആരാണിത് ഒറ്റിക്കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എലീശ പ്രവാചകനെ പിടിക്കാനായിട്ട് ഒരു വലിയ സൈന്യത്തെ അയച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം സൈന്യത്തെ അയക്കുക തന്നെയല്ല, പക്ഷേ എലീശ പ്രവാചകൻ്റെ ഭൃത്യൻ രാവിലെ ഉണർന്നപ്പോൾ അവർക്ക് ചുറ്റും സൈന്യം നിൽക്കുന്നതായിട്ടും ആ ഭൃത്യൻ ഭയപ്പെട്ടിട്ട് അയ്യോ യജമാനനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം യജമാനൻ ഒന്ന് മാത്രം എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഇവൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. നമ്മുടെ കണ്ണുകൾ തുറക്കണം. ഈ മനുഷ്യന് കണ്ണുണ്ട്, പ്രവാചകന് ഗേഹസിക്ക് കണ്ണ് കാണാം, പക്ഷേ അവൻ്റെ ആത്മാവിൻ്റെ കണ്ണ് അടഞ്ഞാണിരിക്കുന്നത്, കുരുട്ട് കണ്ണാണ്. അത് തന്നെയാണ് നമുക്കും നമ്മുടെ മക്കൾക്കും. നമ്മുടെ കണ്ണുകൾ കുരുട്ടാണ്. നമ്മളെ പുറമേ കാണുന്നതിന് കൂടുതൽ പ്രസക്തി കൊടുത്താണ് പ്രസംഗിക്കുന്നതും വചനം പറയുന്നതും എല്ലാം. പുറമേ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ശക്തി ആത്മീയ ഗോളത്തിലാണെന്ന് മനസ്സിലാക്കിയല്ല ആരും പ്രസംഗിക്കുന്നത്. എന്നാൽ ആത്മീയ ഗോളം ജയിച്ചെങ്കിലേ ജഡീക ഗോളം ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നത് ആത്മീയ ഗോളത്തിൽ ദൈവത്തിന് നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ, സാഹചര്യം നോക്കുമ്പം കാര്യങ്ങളൊന്നും ശരിയല്ല. മോനൊരു വഴിയെ മോളൊരു വഴിയെ, മക്കളെല്ലാം വേണ്ടാത്ത വഴിക്ക് പോകുന്നു, കടബാധ്യത, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ തലയിൽ കൈയും വെച്ച് അയ്യോ പുറത്തോ പറയുന്നതിന് പകരം എൻ്റെ ദൈവമേ നിൻ്റെ ദർശനം എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ വരട്ടെ. നീ എന്താണ് ഈ മക്കളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഭവനത്തെക്കുറിച്ച് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, അത് വിളിച്ചു പറയാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വിളിച്ചു പറയാനുള്ള കൃപ ഇതിൻ്റെ കൂടെ അയക്കുകയാണ്. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ തീയുടെ അഗ്നിയുടെ രഥങ്ങൾ അയച്ചിട്ട് അവരെ ഇരിക്കുന്ന സ്ഥലത്ത് അവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവശബ്ദം കേൾക്കുന്നവരായി മാറട്ടെ. അവരുടെ ചെവി തുറക്കട്ടെ, തുറക്കട്ടെ, മക്കളുടെ ചെവി തുറക്കട്ടെ എന്ന് വചനം അയച്ചാൽ തുറക്കുക തന്നെ ചെയ്യും. കണ്ണ് കാണട്ടെ. അങ്ങനെ കാഴ്ചയില്ലാത്തവരുടെ മുമ്പിൽ, അതായത് ശിഷ്യൻ ഗേഹസിക്ക് കണ്ണ് കാണാമെങ്കിലും പുറമേയുള്ള കണ്ണുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആകാശമണ്ഡലത്തിലെ സൈന്യം ചുറ്റും നിൽക്കുന്നത് കാണും. എന്നാൽ ഒരു പ്രവാചകൻ നോക്കിയപ്പോൾ ചുറ്റും നിൽക്കുന്ന സൈന്യത്തെയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പ്രയാസം വരുമ്പം പ്രോഫറ്റിക് മിനിസ്ട്രി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ചിലർ ഉപയോഗിക്കുന്നവരുണ്ട്. അവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രയാസമല്ല അവർ കാണുന്നത്, അവരാത്മാവിൻ്റെ ദർശനമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ചില പ്രോഫറ്റ്സൊക്കെ വന്നേച്ച് പറയുന്നത് അന്ധകാര ശക്തി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അറസ്റ്റ് ചെയ്യട്ടെ. കാരണം അവർ കാണുന്നുണ്ട് ഈ ദൂത സൈന്യങ്ങളെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മൾ ഓർഡർ കൊടുക്കാതെ അവർ അനങ്ങൂല. പ്രധാന ദൂതൻ പോലും വന്നാൽ നമ്മുടെ കൺസെൻറ്റ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി ആദ്യം എടുക്കുന്നതിന് പകരം സത്യവെളിച്ചത്തിലേക്ക് കടന്നു വരണം. കുഞ്ഞുങ്ങളെ വഴിതെറ്റി പോകുന്നെങ്കിൽ ജീവനുള്ള വചനം അയച്ചുകൊണ്ടേയിരിക്കുക. പുറമേ കാണുന്നത് വിശ്വസിക്കാതെ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഏലീശ പ്രവാചകൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏലീശ പ്രവാചകൻ വെറും ഒരു സാധാരണ പ്ലൗമാനായിരുന്നു. അതായത് വയലിൽ കാളയും കൂട്ടിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് ഏലീശ പ്രവാചകൻ എന്ത് ശക്തി ഇരിക്കുന്നു. ഏലിയ പ്രവാചകനോട് ദൈവാത്മാ പറഞ്ഞു ഏലീശയെ അടുത്ത പ്രോഫറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയ പ്രവാചകൻ, തീയിറക്കുന്ന പ്രവാചകൻ ഏലീശയെ കണ്ടപ്പോൾ തൻ്റെ മാൻഡിൽ അല്ലെങ്കിൽ പുതപ്പെടുത്ത് അവൻ്റെ മേലോട്ട് എറിയുകയാണ്. അതോടുകൂടി ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി ഏലീശാവിന് കിട്ടത്തക്ക വണ്ണം പുതപ്പ് വീഴുന്നു. അതോടുകൂടി ഏലീശ പ്രവാചകൻ താൻ പ്ലൗ ചെയ്തുകൊണ്ടിരുന്ന കാളക്കുട്ടി കാളകളെ
ഏകദേശം 12 കാളിൽ 12ാമതായിട്ട് ഇവനാ നിൽക്കുന്നതെന്ന് പറയുന്നു. അത്രമാത്രം ശരീര ബലമുള്ള മകനാണ്. ആ പ്രവാചകൻ അല്ലെങ്കിൽ ഇപ്പം ശിഷ്യനായവൻ ഈ കാളകളെ ഒരു പേർ കാളകളെ വെട്ടിക്കൊന്നിട്ട് അതിനെ യാഗമായിട്ട് കൊടുത്തിട്ട് ഏലിയ പ്രവാചകൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏലിയ പ്രവാചകൻ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ പിന്നെ മനസ്സിലാകും ഏലിയ പ്രവാചകൻ മരിക്കുന്നതിൻ്റെ സമയത്ത് ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി ഏലീശാവിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരെയാണ് നമ്മുടെ മാസ്റ്റർ ആക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഏലീശായ്ക്ക് ആ പദവി കിട്ടിയത്? ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് നീ കാണുന്നുവെങ്കിൽ എൻ്റെ ഇരട്ടി ശക്തിയാണ്. പിന്നെ ഏലിയാവിനെ വിടുന്ന ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ ഒരു സമയത്ത് നമ്മൾ നോക്കുന്നുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ രഥം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അഗ്നിരഥത്തിലെ ഏലിയാവിനെ കൊണ്ടുപോകുമ്പം ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായവനെ എന്ന് വിളിച്ചു കൂവി കരയുകയാണ് ചെയ്യുന്നത്. ആ കരയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലെ ഏലിയ പ്രവാചകൻ താൻ ഇട്ടിരുന്ന മേൽ അങ്കി പുതപ്പ് താഴോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ആ അങ്കി എടുത്തിട്ട് ഏലീശ പ്രവാചകൻ ഇരട്ടിയായിട്ടുള്ള 8 അതിശയങ്ങൾ ഏലിയ പ്രവാചകൻ ചെയ്തെങ്കിൽ ഏലീശ പ്രവാചകൻ 16 ചെയ്തു. അങ്ങനെ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ആർക്കാണ് നമ്മുടെ മക്കളുടെ വിളി ആരുടെ കൂട്ടുള്ളതായിരിക്കും? ചിലർക്ക് ദാവീദിൻ്റെ ആയിരിക്കും, ചിലർക്ക് ദാനിയേലിൻ്റെ ആയിരിക്കും, ചിലർക്ക് യേശുക്രിസ്തുവിൻ്റെ അതേ വരമായിരിക്കും കിട്ടിയിരിക്കും, ചിലർക്ക് പൗലോസിൻ്റെ ആയിരിക്കും. ഏത് വരമാണ് ഓരോ വ്യക്തികൾക്കുള്ളത്? ചിലർക്ക് ദെബോറായുടെ ആയിരിക്കും. ഏത് വരമാണെന്ന് അറിഞ്ഞിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം അത് കേൾക്കും, അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ ഒരു പ്രാർത്ഥന ഇന്ന് ചെയ്യേണ്ടത്, കർത്താവേ, യു വാണ്ട് ടു അവർ ഇന്നർ ഐ ടു ബി ഓപ്പൺ. നമുക്കൊരു ഗ്രേറ്റ് മാൻഡിൽ നമ്മുടെ മുകളിലേക്ക് ഒരു വലിയ പുതപ്പിടണമെങ്കിൽ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കഴിവ്, അതായത് ചുമതലാബോധം എടുക്കാവുന്നവർക്ക് ഇത് കൊടുക്കത്തുള്ളൂ, അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവർക്കും സ്നേഹമൊക്കെ ഒരുപോലെ. പക്ഷെ എല്ലാവരുടെയും എബിലിറ്റി വ്യത്യാസമുണ്ട്, കഴിവ് വ്യത്യാസമുണ്ട്. ആ കഴിവ് അക്സെപ്റ്റ് ചെയ്യാൻ എത്ര മടിയാണ് മനുഷ്യർക്ക്. ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 3, ഒരാൾക്ക് 1. അപ്പം 5 താലന്തുള്ളവൻ അല്ലെ 5 അല്ലെ 10 കൊടുത്തവൻ 10 കൂടെ ചോദിക്കും, 1 കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പം ദൈവം താലന്തുകൾ വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ താലന്തുകൾ മാനിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒന്നുകൂടെ ഓർക്കണം, ഒരു പ്രവാചകനെ ദൈവമാണ് നിയോഗിച്ചതെങ്കിൽ അവരെ മാനിക്കുക തന്നെ വേണം. അതിനെതിരായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് തന്നെ നാശം വരും. ഓരോരുത്തരും മറ്റുള്ളവരെ ഒരു മടിയും കൂടാതെ കുറ്റം പറയുമ്പോൾ ഞാൻ വിചാരിക്കും, എന്ത് അധികാരത്തിലാണ് ഇവർ വിധിക്കുന്നതെന്ന്. വി ഹാവ് നോ റൈറ്റ്. വേറൊരാളെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മളത് വിധിക്കുമ്പോൾ ഓർത്തോണം, ദൈവാത്മാവിലല്ല എങ്കിൽ അത് നമുക്ക് തന്നെ കുഴി വെക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കി അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥന ചോദിക്കുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാൻ വലിയ പാടാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഏലീശ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാലും ദർ ഇസ് എ ലോട്ട് ഓഫ് സാക്രിഫൈസ് ഇൻവോൾവ്. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുന്നവരെ പല കാര്യങ്ങളിലും അവർക്ക് സാക്രിഫൈസ് ചെയ്ത്, അതായത് അവരുടെ പല സുഖ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞിട്ടാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഏലീശ പ്രവാചകൻ പ്ലവിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി, കൃഷി ചെയ്യുകയായിരുന്നു, അപ്പൻ്റെ സഹായിയായിരുന്നു. അതെല്ലാം വിട്ടെറിഞ്ഞു. 12 ശിഷ്യന്മാർക്ക് ഓരോ തരത്തിലുള്ള ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ടെറിഞ്ഞു. അവരൊക്കെ ഓരോ ജോലിയിൽ കഴിവുള്ളവരും പ്രയത്നിക്കുന്നവരും അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ പുറകെ പോകുന്നു. അതുതന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവ വിളിയുണ്ടോ, ആ വിളിക്കനുസരിച്ച് ഇറങ്ങിത്തിരിക്കണം. ദൈവം എല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്തു തരും. കർത്താവിൻ്റെ മനസ്സിൽ പറയുന്നത്, നമ്മൾ അമ്മമാരാകുന്ന ദൈവം ആത്മാവുള്ളവർ, ദൈവത്തിൻ്റെ വരമുള്ളവരാണ് നമ്മുടെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ. പലപ്പോഴും നമുക്ക് ദുഃഖമാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവർ വലുതാകുമെന്ന്, അവരെ ഉയർത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എത്ര സങ്കടം നമ്മൾ പറഞ്ഞാലും ആ നന്മ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ ജയമെടുക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല, ആന്തരിക കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ നമ്മൾ ആത്മാവിൻ്റെ വിഷനുള്ളവരായിരിക്കും. അതായത് ഈ എലീശ പ്രവാചകൻ്റെ ശിഷ്യന് കണ്ണ് കാണാമെങ്കിൽ അവന് വിഷനില്ലായിരുന്നു, എന്നാൽ പ്രവാചകന് വിഷനുണ്ടായിരുന്നു. പുറമേ സൈറ്റിനെക്കാട്ടി കൂടെ അദ്ദേഹം, അതാണ് നമുക്ക് ആവശ്യം. ആ കണ്ണിൻ്റെ കാഴ്ചയിൽ ദൈവമക്കളോട് ശത്രു ആഞ്ഞടിക്കുമ്പോൾ ശത്രുവിനെ മാത്രമാണ് നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ ഒരു പ്രവാചകന് ദർശനമുള്ളവൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അതിൽ കാണാൻ സാധിക്കും. ആ ശക്തി വിളിച്ചു പറയണം.
2 ക്രോണിക്കിൾസ് 16:9 ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ദിവസവും രാവിലെ തോറും തനിക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആത്മാവ് അന്വേഷിച്ചുകൊണ്ടേ നടക്കുകയാണ്. അതിൽ ഞാനും ഉണ്ട് കർത്താവേ എന്ന് നമുക്ക് പറയാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ തേജസ്സോടെ മക്കൾക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, പുറമേ കാണുന്ന ഒന്നും ശ്രദ്ധിച്ചിട്ട് വലിയ കാര്യമില്ല. പുറമേ ഉള്ളതിന് വലിയ തൂക്കം കൊടുക്കാതെ നിൻ്റെ ആത്മാവ് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് ഇട്ടുതരണം. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് ഞങ്ങളെ പുറമേ ഉള്ള കണ്ണിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ വിഷൻ, അകത്തെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ത്, ഞങ്ങളെക്കുറിച്ച്, ഭർത്താക്കന്മാരെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച് അത് വീട്ടിൽ തന്നെ പറഞ്ഞ് അവരെ ആക്കിയെടുക്കാൻ തക്കവണ്ണം കൃപ തരണം. പലപ്പോഴും ഞങ്ങൾ സാഹചര്യം നോക്കിയിട്ട് നിനക്ക് വിരോധമായിട്ട് സംസാരിക്കാറുണ്ട്. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സാഹചര്യത്തെ അല്ല നോക്കുന്നത്. ഏത് സാഹചര്യത്തെയും ജയിച്ചവനായ ഒരു ദൈവം മുമ്പിൽ നിൽക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങളുടെ മക്കൾ. അവരെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. നീ അവരെ അനുഗ്രഹിച്ചാട്ടെ. അപ്പച്ചൻ്റെ വലത് കൈ നീട്ടി അവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇന്നു മുതൽ ശാശ്വതമായ നിൻ്റെ ഭുജം അവരെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഓവർ മദറിങ്, അതായത് കൂടുതൽ പ്രൊട്ടക്റ്റീവായിട്ട് അവരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം പല അമ്മമാർക്കും ഉണ്ട്. അത് ശരിയല്ല, അത് ദൈവത്തിന് വിപരീതമാണ്. അതിന് പകരമായിട്ട് മക്കളെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചിട്ട് സമാധാനമായിട്ട് മുഖം ഒട്ടിച്ചു മാറ്റി മുൻപോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ കോപയാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ തന്നെ. അവർക്ക് സമാധാനം നീയാണ് കൊടുക്കുന്നത്. നിൻ്റെ ശാശ്വത ഭുജം കൊണ്ട് നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. മേൽക്കുമേൽ അവർ അഭിവൃദ്ധി പ്രാപിക്കും. ഞങ്ങൾക്കും എതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.